ഹലോ എവരി വൺ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ വ ചിടിയ ജോ എന്ന കവിതയാണ്. ഈ കവിത ആരാണ് എഴുതിയിരിക്കുന്നത്? കേദാർനാഥ് അഗ്രവാൾ. ഈ കവിതയിൽ കവി പക്ഷിയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. നമുക്ക് കവിത വായിച്ചു നോക്കാം. വ ചിടിയ ജോ ചോഞ്ച് മാർക്കർ दूध भरे झुंडी के दाने रुचि से रस से खा लेती है. वह छोटी संतोषी चिड़िया नीले पंखों वाली मैं हूँ, मुझे अन्न से बहुत प्यार है. വ ചിടിയ ജോ. വ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അവൻ, അവൾ, അത്, ആ എന്നൊക്കെയാണ് വ എന്ന വേർഡിൻ്റെ അർത്ഥം. ഇവിടെ ആ ചിടിയ, ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി. ആ പക്ഷി ഏതാണോ, ആരാണോ ആ പക്ഷി. വ ചിടിയ ജോ ചോഞ്ച് മാർക്കർ. ചോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീക്ക്, അതിൻ്റെ കൊക്ക്. ചോഞ്ച് മാർക്കർ, കൊക്ക് കൊണ്ട് കുത്തിയിട്ട്. മാർക്കർ, മാർന എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മാർന എന്ന് പറഞ്ഞാൽ കൊല്ലുക അല്ലെങ്കിൽ അടിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ചോഞ്ച് മാർക്കർ എന്ന് പറഞ്ഞാൽ കൊക്ക് കൊണ്ട് കൊത്തിയെടുത്തിട്ട്. ദൂത് ഭരേ ജുണ്ടി കേദാനെ. ദൂത് ഭരേ എന്ന് പറഞ്ഞാൽ പാല് നിറഞ്ഞിരിക്കുന്ന. ജുണ്ടി കെ ദാനെ, ജുണ്ടി കെ ദാനെ. ജുണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ജോവർ, ബാജ്ര ഇവയുടെയൊക്കെ ധാന്യങ്ങളില്ലേ, അതിനാണ് ജുണ്ടി, ജുണ്ടി കെ ദാനെ എന്ന് പറയുന്നത്. അപ്പോൾ ദൂത് ഭരെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് വിളവെടുക്കാനാവുന്നതിന് തൊട്ട് മുൻപായിട്ട്, കുറച്ച് മുമ്പായിട്ടുള്ള ആ ധാന്യങ്ങൾ. ആ ധാന്യങ്ങൾ ദൂത് പാല് നിറഞ്ഞതുപോലെ ഇരിക്കും. ആ ധാന്യങ്ങളിൽ നിന്ന് ദൂത് ഭരെ ജുണ്ടി കെ ദാനെ രുചീസെ. രുചീസെ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി, നല്ല ഇഷ്ടത്തോടു കൂടി. രസസെ ഖാലേത്തി ഹെ. രസസെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സ്വാദ് ആസ്വദിച്ചുകൊണ്ട് കഴിക്കുന്നു. ഈ പക്ഷി ചോഞ്ച് മാർക്കർ തൻ്റെ കൊക്ക് ഉപയോഗിച്ചിട്ട് ഈ പാല് നിറഞ്ഞ ഈ ധാന്യങ്ങൾ ഇഷ്ടത്തോടു കൂടി അതിൻ്റെ സ്വാദ് ആസ്വദിച്ചുകൊണ്ട് കഴിക്കുന്നു. വ ചോട്ടി സന്തോഷി ചിടിയ നീലെ പങ്കോ വാലി മേഹു. വ ചോട്ടി സന്തോഷി ചിടിയ. ആ ചോട്ടി, ചോട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ. സന്തോഷി, സന്തോഷി എന്ന് പറഞ്ഞാൽ, സന്തോഷ് എന്ന് പറയുന്നത് സന്തുഷ്ട, അതായത് എല്ലാത്തിലും തൃപ്തിയാവുന്ന, എല്ലാത്തിലും ആ പക്ഷിക്ക് സംതൃപ്തി ഉണ്ട്, അതിൻ്റെ ജീവിതത്തിൽ അതിന് സംതൃപ്തിയുണ്ട്. പിന്നെ അതായത് സന്തോഷത്തോടു കൂടി. സന്തോഷം എന്ന വേർഡിന് സന്തുഷ്ടി അല്ലെങ്കിൽ ഖുഷി, സന്തോഷം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിലും തൃപ്തി അടയുന്ന ആ പക്ഷി. നീലേ പങ്കോ വാലി മേഹും. ആ നീല ചിറകുള്ള പക്ഷി ഞാനാണ്. മുझे അന്ന സെ ബഹുത് പ്യാർ ഹെ. എനിക്ക് അന്ന എന്ന് പറയുന്നത് ധാന്യങ്ങൾ, ധാന്യങ്ങളോട് വളരെയധികം ഇഷ്ടമുണ്ട്. സന്തോഷിച്ചിടിയ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നല്ല ഇഷ്ടത്തോടുകൂടി, സന്തോഷത്തോടു കൂടി അതിന് എന്താണോ ലഭിക്കുന്നത് അത് ഭക്ഷിക്കുന്നു. ആ ധാന്യങ്ങൾ, ആ ദൂത് ഭരേ ജുണ്ടി കെ ദാന, അതായത് ആ ജോവർ അല്ലെങ്കിൽ ബാജ്ര, ഇതിൻ്റെയൊക്കെ ആ ധാന്യങ്ങൾ ആ വിളവെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള അതിൻ്റെ ഇഷ്ടത്തോടു കൂടി, അതാണ് അതിന് കഴിക്കാനായിട്ട് ലഭിക്കുന്നത്. അത് ഇഷ്ടത്തോടു കൂടി ഭക്ഷിക്കുന്നു. അതുകൊണ്ടാണ് സന്തോഷി ചിടിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ചിടിയാക്കി തരെ ഹമേ ബി ഹർ പരിസ്ഥിതിയുമേ ഖുഷ് രഹന ചാഹിയെ. പക്ഷിയെപ്പോലെ നമ്മളും ഏത് സിറ്റുവേഷനിലാണെങ്കിലും സന്തോഷത്തോടു കൂടി നമ്മൾ ഇരിക്കണം. പങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിറക്. वह चिड़िया जो कंड खोलकर बूढ़े वन बाबा की खातिर रस उंडेलकर खा लेती है. वह छोटी मुँह बोली चिड़िया नीले पंखों वाली मैं हूँ, मुझे विजन से बहुत प्यार है. वह चिड़िया जो कंड खोलकर. ആ പക്ഷി ഏതാണോ ആ പക്ഷി കണ്ട് ഖോൽക്കർ. കണ്ട് ഖോൽക്കർ എന്ന് പറഞ്ഞാൽ ഗലാ ഖോൽക്കർ, അതായത് വാ തുറന്നിട്ട് നല്ല ഉച്ചത്തിൽ, നല്ല ശബ്ദത്തിൽ. ബൂഡേ വൻ ബാബ കി ഖാത്തിർ. ബൂഡേ വൻ ബാബ. വൻ എന്ന് പറഞ്ഞാൽ കാട്. ഇവിടെ ബൂഡേ വൻ ബാബ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാട് വളരെ പഴക്കം ചെന്ന ഇതാണ്, അതായത് വളരെ മുൻപേ ഉള്ള കാടാണ്, ആദ്യമേ ഉള്ള വനമാണ്. അതിന് വേണ്ടിയിട്ട് ഖാത്തിർ, അതിന് വേണ്ടിയിട്ട് വൻ ബാബ. അപ്പോൾ ഈ പഴക്കം ചെന്ന കാടിന് ബൂഡേ ബാബ, അതായത് പ്രായം ചെന്ന മുത്തശ്ശൻ അല്ലെങ്കിൽ അച്ഛൻ, പ്രായം ചെന്ന മുത്തശ്ശനായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഖാത്തിർ വേണ്ടിയിട്ട്. രസ് ഉണ്ടേൽക്കർ.
രസ് ഉണ്ടേൽക്കർ ഗാ ലേത്തി ഹെ. രസ് ഉണ്ടേൽക്കർ എന്ന് പറഞ്ഞാൽ നല്ല മധുരമായ ശബ്ദത്തോടു കൂടി, നല്ല എല്ലാ സ്വരങ്ങളും കൂടി നല്ല മധുരമായ ശബ്ദത്തോടു കൂടി ഉച്ചത്തിൽ വാ തുറന്ന് പക്ഷി പാടുന്നു. ഈ ബൂഢേ വൻ ബാബാക്കെ ഖാത്തിർ, ഈ പ്രായമായ വനമാകുന്ന ഈ മുത്തശ്ശന് വേണ്ടിയിട്ട് പക്ഷി പാടുന്നു. നീലേ പങ്കോ വാലി മേഹു വ ചോട്ടി മൂ ബോലി ചിടിയ. നീലേ പങ്കോ വാലി മേഹു വ ചോട്ടി, ആ ചെറിയ മൂ ബോലി ചിടിയ. മൂ ബോലി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു കൊച്ചു കുട്ടിയെപ്പോലെ, അതായത് ഈ കാടിനെ ബൂഢേ വൻ ബാബ എന്ന് പറഞ്ഞിരിക്കുന്നു, പ്രായമായ മുത്തശ്ശനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ചിടിയയെ കവി കൊച്ചു കുഞ്ഞായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചു കുട്ടിയെപ്പോലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു കൊച്ചു കുട്ടിയെപ്പോലെ വാ തുറന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതായത് അതാണ് മൂബോലി ചിടിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചോട്ടി മൂബോലി ചിടിയ, ആ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പക്ഷി നീലേ പങ്കോ വാലി മേഹു, ആ നീല ചിറകുള്ള പക്ഷി ഞാനാണ്. മുജേ വിജൻ സെ ബഹുത് പ്യാർ ഹെ, എനിക്ക് വിജൻ സെ, വിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിജൻ എന്ന് പറഞ്ഞാൽ വിജനമായ സ്ഥലം, അതായത് ജഹാ മനുഷ്യന ആത്തെ ഹെ, മനുഷ്യന്മാർ പോകാത്ത സ്ഥലം, ഏകാന്തമായ സ്ഥലം. ഈ ഏകാന്തമായ സ്ഥലത്തോട് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് സ്നേഹമാണ് എന്നാണ് പക്ഷി പറയുന്നത് പോലെ കവി പറഞ്ഞിരിക്കുന്നത്. മുജേ വിജൻ സെ ബഹുത് പ്യാർ ഹെ. वह चिड़िया जो चोंच मारकर चढ़ी नदी का दिल टटोलकर जल का मोती ले जाती है, वह छोटी गर्बीली चिड़िया नीले पंखों वाली मैं हूँ, मुझे नदी से बहुत प्यार है. പിന്നെ കവി എന്താണ് പറയുന്നത്? വ ചിടിയ ജോ ചോഞ്ച് മാർക്കർ ചടി നദി കാ ദിൽ ടട്ടോൽക്കർ. ചടി നദി എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തമായി ഒഴുകുന്ന നദി. ഈ ശക്തമായി ഒഴുകുന്ന നദിയുടെ ദിൽ ടട്ടോൽക്കർ, ദിൽ ടട്ടോൽക്കർ എന്ന് പറഞ്ഞാൽ നദിയുടെ മധ്യഭാഗത്ത് പോയിട്ട്, നല്ല ആഴമുള്ള നല്ല മധ്യഭാഗത്ത് പോയിട്ട് ജൽക്കാ മോത്തി ലേ ജാത്തി ഹെ. ജൽക്കാ മോത്തി എന്ന് പറഞ്ഞാൽ വെള്ളമാകുന്ന മോത്തി, മുത്ത്, അതായത് വെള്ളത്തിൻ്റെ തുള്ളികൾ. ലേ ജാത്തി ഹെ, അത് എടുത്ത് തൻ്റെ ചോഞ്ച്, തൻ്റെ കൊക്ക് ഉപയോഗിച്ചിട്ട് ഈ ശക്തമായി ഒഴുകുന്ന നദിയുടെ മധ്യഭാഗത്ത് പോയിട്ട് തൻ്റെ കൊക്ക് ഉപയോഗിച്ചിട്ട് വെള്ളം കൊത്തിക്കൊണ്ട് പോകുന്നു, വെള്ളത്തിൻ്റെ തുള്ളികൾ കൊത്തിക്കൊണ്ട് പോകുന്നു. വ ചോട്ടി ഗർഭീലി ചിടിയ नीले पंखों वाली मैं हूँ, मुझे नदी से बहुत प्यार है. वह छोटी गर्बीली चिड़िया. ഗർബീലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർവ് കർണേ വാലി, അതായത് അഭിമാനിക്കുന്ന പക്ഷി. അഭിമാനത്തോടു കൂടിയാണ് ആ കാര്യം പക്ഷി ചെയ്യുന്നത്. ഗർബീലി ചിടിയ നീലേ പങ്കും വാലി മേഹും, നീല ചിറകുള്ള ആ പക്ഷി ഞാനാണ്. മുജേ നദി സെ ബഹുത് പ്യാർ ഹെ, എനിക്ക് നദിയോട് വളരെയധികം ഇഷ്ടമുണ്ട്, എനിക്ക് നദിയെ ഇഷ്ടമാണ്. ഗർബീലി ചിടിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആ പക്ഷി അഭിമാനത്തോടു കൂടി, പ്രൗഡ്ലി തൻ്റെ ജോലികളൊക്കെ സ്വയം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും, എത്ര അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിയാമെങ്കിലും അത് ആ നദിയുടെ മധ്യഭാഗത്ത് പോയിട്ട്, നല്ല ഒഴുക്കുള്ള നല്ല ശക്തിയായി ഒഴുകുന്ന നദിയുടെ ആ മധ്യഭാഗത്ത് പോയിട്ട് വെള്ളമാകുന്ന മുത്ത്, അതായത് വെള്ളത്തിൻ്റെ തുള്ളികൾ കൊത്തിയെടുത്തിട്ട് പറന്നു പോകുന്നു. മുझे നദി സെ ബഹുത് പ്യാർ ഹെ, എനിക്ക് നദിയെ വളരെയധികം ഇഷ്ടമാണ്. ഈ കവിതയിലൂടെ കവി നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഈ പക്ഷി കാട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ തനിക്ക് എന്താണോ ലഭിക്കുന്നത് അത് സംതൃപ്തിയോടെ അത് ഭക്ഷിക്കുന്നു, പിന്നെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ തന്നെ നമ്മളും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, എങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഹമേ ഹർ പരിസ്ഥിതി മേ ഖുഷ് രഹന ചാഹിയേ. എങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് ധൈര്യത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. पाठ के बारे में कवि ने बताया है कि उसके स्वभाव में नीले पंखों वाली एक छोटी चिड़िया है. അപ്പോൾ കവി എന്താ പറഞ്ഞിരിക്കുന്നത്? നീലേ പങ്കും വാലി, നീല ചിറകുള്ള ഒരു ചെറിയ പക്ഷിയുണ്ട്. ഒരു സന്തോഷി ഹേ, ആ പക്ഷി സന്തോഷി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തുഷ്ടി, അതായത് ഏത് കാര്യത്തിലും തൃപ്തിയാകുന്ന ഒരു പക്ഷിയാണ്, സന്തോഷത്തോടെ ഇരിക്കുന്ന പക്ഷിയാണ്. അന്നസെ ബഹുത് പ്യാർ കരത്തി ഹേ, ആ പക്ഷിക്ക്
ധാന്യം വളരെയധികം ഇഷ്ടമാണ്. വ അപ്നെ പൻ കെ സാത്ത് കണ്ട് ഖോൽക്കർ പുരാനെ ഘനെ വൻ മേ ബേരോഗ് ഗാത്തി ഹെ. വ അപ്നെ പൻ കെ സാത്ത്, അതായത് തൻ്റേതെന്ന രീതിയിൽ, അപ്നെ പൻ എന്ന് പറഞ്ഞാൽ തൻ്റേതാണ് ഈ കാട് എന്ന രീതിയിൽ, കണ്ട് ഖോൽക്കർ നല്ല ഉച്ചത്തിൽ, തുറന്നുകൊണ്ട് നല്ല ഉച്ചത്തിൽ, പുരാനെ ഘനെ വന്മേ ഈ പഴയ ഇടതൂർന്ന കാട്ടിൽ, ബേരോഗ് ഗാത്തി ഹെ, ബേരോഗ് എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായി, അതായത് നിർത്താതെ പാടിക്കൊണ്ടിരിക്കുന്നു. മൂബോലി ഹെ, മൂബോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു, നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏകാന്തമേ ബി ഉമങ്ക് സെ രഹത്തി ഹെ, ഏകാന്തതയിലും അത് ഉമങ്ക് സെ രഹത്തി ഹെ, ഉമങ്ക് എന്ന് പറഞ്ഞാൽ ആവേശത്തോടു കൂടി അത് താമസിക്കുന്നു. വ ഉഫൻതി നദി കെ വിഷയമേ ജാൻകർ ബി ജൽ കി മോത്തി സി ബൂന്തോं को चोंच में भर लाती है. വ ഉഫൻതി നദി കെ വിഷയമേ ജാൻകർ ബി, ഉഫൻതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഫൻതി എന്ന് പറഞ്ഞാൽ ശക്തിയായി ഒഴുകുന്ന ആ കാര്യം, നദി ശക്തമായിട്ടാണ് ഒഴുകുന്നത്. അത് അറിഞ്ഞിട്ടും, ആ കാര്യം അറിഞ്ഞിട്ട് പോലും, ജൽക്കി മോത്തീസി ബൂന്തോങ്കോ മുത്തുപോലെയുള്ള, വെള്ളത്തിൻ്റെ മുത്തുപോലെയുള്ള ആ തുള്ളികളെ ചോഞ്ചുമേ ഭർലാത്തിയെ തൻ്റെ കൊക്കിൽ നിറച്ച് കൊണ്ടുവരുന്നു. ഉസേ സ്വയം പർ ഗർവ, അതിന് സ്വന്തം അഭിമാനമുണ്ട്, തൻ്റെ ജോലികളൊക്കെ സ്വയം ചെയ്യുന്നു എന്ന കാര്യത്തിൽ അതിന് പക്ഷിക്ക് അഭിമാനമുണ്ട്. വ സാഹസി ഹെ, ആ പക്ഷി എങ്ങനെയുള്ള പക്ഷിയാണ്? സാഹസി, ധൈര്യശാലിയായ പക്ഷിയാണ്. ഉസേ നദി സെ ലഗാവ് ഹെ, ആ പക്ഷിക്ക് നദിയോട് അടുപ്പമുണ്ട്, അതിന് ഇഷ്ടമാണ്. കവിനെ അപ്നെ ഭീതർ കി കൽപ്പിത് ചിടിയാ കെ മാധ്യം സെ മനുഷ്യ കെ മഹത്വപൂർണ്ണ ഗുണോं को ഉജാഗർ കിയാ ഹെ. അപ്പോൾ കവി എങ്ങനെയാണ് അപ്നെ ഭീതർ കി കൽപ്പിത്, തൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, കൽപ്പിത് എന്ന് പറഞ്ഞാൽ അകത്ത് കരുതിയിരിക്കുന്ന, താൻ ഉള്ളിൽ കവി തൻ്റെ മനസ്സിൽ കരുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിടിയാക്കിയ മാധ്യം സെ പക്ഷിയിലൂടെ മനുഷ്യക്ക് മഹത്വപൂർണ്ണ ഗുണോങ്കോ മനുഷ്യൻ്റെ മഹത്തരമായ ഗുണങ്ങളെ ഉജാഗർ കിയാ ഹെ എന്ന് പറഞ്ഞാൽ തുറന്നു കാട്ടിയിരിക്കുകയാണ്.